ഹലോ ഗൈസ്, വൈകുന്നേരം പിതാജി വന്നപ്പോഴത്തേക്കും കുറച്ച് കൊഞ്ചിനെ കൊണ്ടുവന്നായിരുന്നു. കൊഞ്ച് തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാന്. പക്ഷെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വന്നപ്പോഴത്തേക്കും കറണ്ട് ചതിച്ചു. സാരമില്ല, നമുക്ക് ടോർച്ച് എമർജൻസിയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യം തന്നെ കുറച്ച് തേങ്ങയും കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് കുറച്ച് നേരത്തെ പണിയുണ്ട്. സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് അതേ ചൂടി തന്നെ ആവശ്യത്തിന് മുളക് പൊടിയും ആവശ്യത്തിന് മല്ലിപ്പൊടിയും ഇട്ട് കുറച്ചൊന്ന് ചൂടാക്കി എടുക്കണം. പൊടികൾ കരിയാതെ ചൂടായി കിട്ടണം. ഇനി ഇതിന്റെ ചൂട് മാറി കഴിയുമ്പോൾ മിക്സിക്ക് അതിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കാം. നെക്സ്റ്റ് വന്നൊരു ചട്ടി എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് തേങ്ങാക്കൊത്തോട് ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്ന സാധനമാണ് ആഡ് ചെയ്യുന്നത് കൊച്ചുള്ളി. ഈ വക കറികൾക്ക് ടേസ്റ്റ് തരാൻ കൊച്ചുള്ളി ഒരു മിടുക്കനാണ്. ഇതിലേക്ക് കൊത്തിയരിഞ്ഞ ഇഞ്ചിയും 2 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയോട് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 3/4 വഴവാകുമ്പോഴത്തേക്കും ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചൂടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കണം. അതിലേക്ക് നമ്മൾ വറുത്തരച്ച തേങ്ങയും കൂടി ആഡ് ചെയ്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളിക്ക് ആവശ്യത്തിനുള്ള കൊടംപുളിയും കൂടി ഇട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോ നല്ല വെന്ത് തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ചാറ് വേണ്ടവർക്ക് ചാറ് വെക്കാം, അല്ലെങ്കിൽ കുറുക്കിയെടുക്കാം. അവസാനമായിട്ട് നമുക്കൊന്ന് താളിച്ചൊഴിക്കണം. പക്ഷെ ഇതിനകത്ത് കടി ഇട്ടിട്ടില്ലേ. എണ്ണയിലേക്ക് കൊച്ചുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും മാത്രം ഒഴിച്ച് താളിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൊഞ്ചുതീയൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നല്ല സോഫ്റ്റ് പാലപ്പത്തിന്റെ കൂടെ ഞാനിത് കഴിക്കട്ടെ ഗൈസ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.